എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമസ്കാരം. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ഈ ഡയലോഗ് മലയാളി ഒരിക്കലും മറക്കില്ല. എന്തുകൊണ്ടാണ് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? അതിന് ഉത്തരമായി പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന്. ദാസനും വിജയനും തമ്മിലുള്ള ഈ സംഭാഷണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവാറുണ്ട്. ഇന്നലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിറകിലിരുന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുമ്പിലിരുന്ന് പിണറായി വിജയൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ ചോദിച്ചത് ഈ ഡയലോഗ് തന്നെയാവും. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് വിജയ എന്ന്. നോക്കൂ, ഇന്നലെ സംഭവിച്ചത് എത്ര ലളിതമായ കാര്യങ്ങളാണ്. ആർക്കും സാധിക്കാത്ത വിധത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇന്നലെ അവിടെ അരങ്ങേറിയില്ല. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വി ഡി സതീശൻ സ്റ്റേജിലെത്തുന്നു. ഒപ്പം സകല VIP-കളും അതേ സ്റ്റേജിലിരിക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ പിണറായിക്കും ചെയ്യാമായിരുന്നു. പക്ഷെ പിണറായി തൻ്റെ ഫുൾ ഫിഗർ അല്ലാതെ ഒന്നും ശ്രദ്ധിക്കപ്പെടരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതുകൊണ്ട് പ്രതിപക്ഷത്തുള്ള ആരെയും സ്റ്റേജിൽ കയറ്റിയില്ല. ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും സ്റ്റേജിൽ കയറ്റിയിരുത്തി. അവർക്ക് സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. എന്നാൽ ക്ഷണിക്കപ്പെട്ട ഓരോ അതിഥിയുടെയും ആത്മാഭിമാനം സംരക്ഷിക്കുന്ന തരത്തിൽ അവർക്ക് ജനങ്ങൾ കയ്യടി കൊടുക്കാൻ സാഹചര്യമൊരുക്കി കൊടുത്തു. ആ ഇരുന്നവരിൽ കയ്യടി ഒട്ടുമേ കിട്ടാത്ത ഒരേ ഒരാൾ പിണറായി വിജയനായിരുന്നു. ആ ജനക്കൂട്ടത്തോട് എനിക്ക് ആദരവ് തോന്നിയത് ക്ഷണിക്കപ്പെട്ട അതിഥിയായതുകൊണ്ട് പിണറായി വിജയനെ കൂവാതെ അവർ വെറുതെ വിട്ടു എന്നതിലാണ്. അല്ലെങ്കിൽ വിജയൻ്റെ മുഖം സ്ക്രീനിൽ തെളിയുമ്പോൾ അവർ കൂവി വിളിക്കേണ്ടതാണ്. ഒരുപക്ഷെ വിജയനും ചിന്തിച്ച് കാണും, ഇതൊക്കെ തനിക്കുമാവുമായിരുന്നല്ലോ എന്ന്. ജനക്കൂട്ടത്തിൻ്റെ ആരവം അത്ര അഗാധമായിരുന്നു. 10 വർഷം നോക്കിയിരുന്ന ഭരണം കിട്ടിയതിൻ്റെ ആഹ്ലാദമല്ല, 10 വർഷം നാടു ഭരിച്ച് മുടിപ്പിച്ച ഒരു ധൂർത്തനായ ഭരണാധികാരിയുടെ, ധാർഷ്ട്യക്കാരനായ ഭരണാധികാരിയുടെ ഇറങ്ങിപ്പോക്ക് ആഘോഷിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ അടിമത്ത വിമോചന പ്രഖ്യാപനമായിരുന്നു അത്. അതുകൊണ്ടാണ് അവർ വി ഡി സതീശൻ്റെ നിശ്വാസത്തെ പോലും ആർപ്പ് വിളികളോടെ സ്വീകരിച്ചത്. ഈ നാട്ടിലെ രാജാവാണ് താനെന്ന് ചിന്തിച്ച ഒരു നേതാവ് തൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ ധാർഷ്ട്യവും ഇരട്ടച്ചങ്കിൻ്റെയും ധീരതയുടെയും പ്രതീകമാണ് എന്ന് ചുറ്റിനും കൂടിയിരിക്കുന്ന അല്പജ്ഞാനികൾ പറയുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച് പോടാ ഡാഷ് മോനെ, വീട്ടിൽ പോയി ചോദിക്കട പരനാറി എന്നൊക്കെ വിളിച്ച് ജീവിതം ആസ്വദിച്ചിരുന്ന ഒരു നേതാവ്. ആ മനുഷ്യൻ കാണുകയാണ് നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും ജാടയില്ലാത്ത നേതൃത്വത്തിൻ്റെയും വസന്തം. അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയാണ് ഒരു വീട്ടമ്മ, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ, അവരുടെ വേഷത്തിലും ഭാവത്തിലും അതുണ്ട്, Z കാറ്റഗറി സെക്യൂരിറ്റി നിരകളിലേക്കിടയിലേക്ക് കയറി വന്നത്. ആ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചാണ് നിയുക്ത മുഖ്യമന്ത്രി അവരെ കെട്ടിപ്പിടിച്ചത്. പിണറായിക്ക് ഇത് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? ചെയ്തില്ല. ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ ധാർഷ്ട്യം കാണിച്ച് തൻ്റെ അധികാര ഗർവ് കാണിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കൂ, കടക്കൂ പുറത്ത് എന്ന് പറയാനാണ് ശീലിച്ചത്. താൻ ജനാധിപത്യത്തിലെ ജനപ്രതിനിധി അല്ല, താൻ ഏകാധിപത്യത്തിലെ രാജാവാണ് എന്ന് ചിന്തിച്ചുപോയി. ആ കസേരയിലേക്ക് സതീശൻ എത്തുന്നതിന് മുൻപ് തനിക്ക് ആഡംബര വാഹനങ്ങളുടെ അകമ്പടി വേണ്ട, താൻ ഇതുവരെ മന്ത്രിമാർ ഉപയോഗിച്ച പഴയ കാർ ഉപയോഗിച്ചോളാം, തൻ്റെ താമസ സ്ഥലം മോടി പിടിപ്പിക്കാൻ കോടികൾ മുടക്കേണ്ടതില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ജനം സ്വീകരിച്ചു. ഇത് പിണറായിക്ക് ആവുമായിരുന്നില്ലേ? പക്ഷെ പിണറായി ജനത്തെ തിരിച്ചറിഞ്ഞില്ല. അധികാരത്തിൻ്റെ ആഡംബരത്തിൽ ആറാടിയപ്പോൾ വിജയന് അതിനൊന്നും കഴിഞ്ഞില്ല. നോക്കൂ, ആദ്യ മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്. മാസം 9,000 രൂപ വീതം മാത്രം ശമ്പളം കിട്ടുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ തെരുവിൽ മാസങ്ങളോളം സമരം ചെയ്തു. അവർ ചോദിച്ചത് ജീവിക്കാനുള്ള ശമ്പളമാണ്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാൻ, അവരുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പറയാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, തൻ്റെ ആജ്ഞാനുവർത്തികളായ സൈബർ ഗുണ്ടകളെ വിട്ട് അപമാനിച്ചു. സമരം നടത്താൻ അനുവദിക്കാതെ അവർ പട്ടിണിയിൽ നിന്നും ശേഖരിച്ച ചില്ലിക്കാശ് കൊണ്ട് വാടകയ്ക്കെടുത്ത മൈക്ക് സെറ്റുകൾ അവർ തകർത്തു. ആ പാവപ്പെട്ട സ്ത്രീകളെ തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ജീവിക്കാൻ വേണ്ടി അവർ മുടിമുറിച്ച് സത്യഗ്രഹമിരുന്നു. അതിനെയൊക്കെ പരിഹസിച്ച് ആക്ഷേപിച്ച് ഇറക്കിവിട്ടു. ആദ്യ മന്ത്രിസഭയിൽ തന്നെ 3000 രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ സഖാക്കൾ ചോദിക്കുന്നു, 3000 രൂപ പ്രഖ്യാപിച്ചപ്പോൾ 12,000 രൂപയായുള്ളൂ, 21,000 രൂപയല്ലേ ചോദിച്ചതെന്ന്. 21,000 രൂപ തന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവരുടെ വാക്കു കേൾക്കാൻ ഞങ്ങൾ തൽക്കാലം 1000 രൂപ തരാം എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ധാർഷ്ട്യം അനുവദിച്ചില്ല. ഇവിടെയാണ് ആദ്യ ദിനം
3000 രൂപ പ്രഖ്യാപിച്ച് നമുക്ക് കാണാം, കേൾക്കാം, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുന്നത്. പിണറായി വിജയന് ഇത് ചെയ്യാൻ എന്തായിരുന്നു പ്രയാസം? അങ്കണവാടി ടീച്ചർമാർ, പാചക തൊഴിലാളികൾ, ആയമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ തുടങ്ങി സമൂഹത്തിൻ്റെ താഴത്തെ തട്ടിൽ നക്കാപ്പിച്ചയ്ക്ക് പണിയെടുക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. ഇവരൊക്കെ അവരുടെ ആയുസ് സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷെ ജീവിക്കാനുള്ള പണം അവർക്ക് കൊടുക്കുന്നില്ല. 4000-ഉം 5000-ഉം രൂപ വാങ്ങുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെ അവസ്ഥ അതിദയനീയമാണ്. അവരുടെ കണ്ണുനീർ കാണാൻ പിണറായിക്കും ക്രോണികൾക്കും കഴിഞ്ഞില്ല. പാവങ്ങളുടെ സർക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടിപ്പായിച്ചു. അവരോട് വി ഡി സതീശൻ ആദ്യ ദിനം പറഞ്ഞു, 1000 രൂപ വീതം തൽക്കാലം കൂട്ടിത്തരാം, നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ വിശദമായി പഠിക്കാം, പരിഹാരമുണ്ടാക്കാമെന്ന്. എന്താ വിജയ ഈ ബുദ്ധി താങ്കൾക്ക് നേരത്തെ തോന്നാതിരുന്നത്? അവരെ ഒന്ന് കാണാൻ സമ്മതിച്ചിരുന്നെങ്കിൽ, അവരെ ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു വർധനവ് തരാം, വിശദമായി പഠിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ അഹങ്കാരം, ധാർഷ്ട്യം അതിനനുവദിച്ചില്ല. അതുതന്നെയായിരിക്കും വിജയൻ സ്റ്റേജിലിരുന്നു കൊണ്ട് സ്വയം ചോദിച്ചത്, എന്താ വിജയ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാതിരുന്നത് എന്ന്. ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പ്രതിഷേധിക്കാനുള്ള അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഒന്ന് കരിങ്കൊടി കാണിച്ചപ്പോൾ വിജയൻ്റെ പോലീസ് എന്തൊക്കെ വൃത്തികേടാണ് കാട്ടിക്കൂട്ടിയത്. ചെടിച്ചട്ടിയെടുത്ത് കുട്ടികളുടെ തല തല്ലിപ്പൊട്ടിച്ചു. കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ചവിട്ടിക്കൂട്ടി വധശ്രമത്തിൻ്റെ പേരിൽ പിള്ളേരെ ജയിലിൽ അടച്ചു. ഭ്രാന്ത് പിടിച്ചതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കഴുത്തുളുക്കി ആശുപത്രിയിൽ പോയി കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഐസിയുവിൽ പ്രവേശിപ്പിച്ച് ജനതയെ പരീക്ഷിച്ചു. എന്തിനായിരുന്നു ഈ പണിയൊക്കെ? ഇപ്പോഴിതാ അന്വേഷിക്കുകയാണ് അതൊക്കെ. പിണറായി ചിരഞ്ജീവിയാണെന്നും എക്കാലവും മുഖ്യമന്ത്രിയാണ് എന്നും കരുതി അനിൽ എന്നും സന്ദീപ് എന്നും പേരുള്ള ആ പോലീസുകാരെ പോലെ നാടുനീള അഴിഞ്ഞാടിയ ചുവപ്പണിഞ്ഞ കുറെ സാമൂഹ്യ വിരുദ്ധ പോലീസിലുണ്ടായിരുന്നു. അവർക്കിട്ടൊക്കെ പണി തുടങ്ങിയെന്ന് ആദ്യ മന്ത്രിസഭാ തീരുമാനം വ്യക്തമാക്കുന്നു. നിയമത്തെ മറികടന്നുകൊണ്ട്, ഭരണഘടന ലംഘിച്ചുകൊണ്ട്, പിണറായിയിൽ അമിതമായി ആത്മവിശ്വാസം അർപ്പിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിപ്പൊളിച്ചവരെയൊക്കെ വെറുതെ വിടാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ഒരിക്കലും തൻ്റെ കീഴിലെ അധികാരം ഒലിച്ചു പോവില്ല എന്ന് കരുതിയിരുന്നത് കൊണ്ടോ? എന്നിട്ടിപ്പോൾ എന്തായി? ജനക്കൂട്ടം ഒരു സാഗരം പോലെ ആർത്തു വിളിച്ചപ്പോഴെങ്കിലും തലയിൽ വെള്ളി വെളിച്ചം കയറിയോ? അതെ, മുഖ്യമന്ത്രി വി ഡി സതീശൻ പണി തുടങ്ങിയതേ ഉള്ളൂ. എവിടെയൊളിക്കും ഭഗവാനെ എന്ന് ചോദിച്ച് നിർത്താതെ ഓടുകയാണ് കമ്മിക്കൂട്ടങ്ങൾ.